ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. നിസ്കാര കുപ്പായത്തിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള വീഡിയോ ആണിത്. ഈ നിസ്കാര കുപ്പായത്തിൻ്റെ സ്ലീവിൽ ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി 5.5 മീറ്റർ മല്ലിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇലാസ്റ്റിക്, നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ്, കത്രിക, പിന്നെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേപ്പ് ഇത്രയുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ആദ്യം നമുക്ക് ഇതിനു വേണ്ടി തുണി ഫോൾഡ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ തുണി ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം തുണി നീളത്തിൽ മടക്കിയതിന് ശേഷം വീതിയിൽ ഒന്നുകൂടെ തുണി മടക്കിയെടുക്കാം. ഇതുപോലെ തുണി മടക്കിയെടുത്തിട്ടുണ്ട്. 4 ലെയറായിട്ടാണ് തുണി ഉണ്ടാവുക. ഇനി നിസ്കാര കുപ്പായത്തിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് വേണ്ടത് 70 ഇഞ്ചാണ്. അപ്പോൾ 70 ഇഞ്ചിൽ നമുക്ക് ഈ തുണി ഒന്ന് മടക്കിയതിന് ശേഷം ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ബാക്കി വരുന്ന തുണി നമുക്ക് മക്കനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഈ തുണി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ വീതി നമുക്ക് വേണ്ടത് 19 ഇഞ്ചാണ്. ഈ 19 ഇഞ്ച് നമുക്ക് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്യാം. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഈ കോർണറിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തുണിയെടുത്ത് ഇതുപോലെ രണ്ടായി മടക്കിയെടുക്കണം. ഇനി ഈ തുണി ഒന്നുകൂടെ ഇതുപോലെ താഴേക്ക് മടക്കാം. ഇതിപ്പോൾ 4 ലെയറായിട്ടാണുള്ളത്. സ്ലീവിൻ്റെ വീതി നമുക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ ഈ 9 ഇഞ്ചിൽ നമുക്ക് ഈ തുണി മടക്കിയെടുത്താൽ ബാക്കി വരുന്ന തുണി നമുക്ക് മക്കനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി നെക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് തുണി വേണം. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 18 ഇഞ്ച് വീതമാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്തും വിഡ്ത്തും സെയിം ആയിരിക്കും. നിസ്കാര കുപ്പായത്തിൻ്റെ സ്ലീവിൽ ഞാൻ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് 7 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 പീസ് ഇലാസ്റ്റിക് എടുക്കണം. ഇതോടെ ബോഡി പാർട്ടിലേക്കുള്ള തുണി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മക്കനക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. മക്കനക്ക് വേണ്ടി തുണി ഇതുപോലെ രണ്ടായി മടക്കി വെക്കാം. ഇതിൻ്റെ വിഡ്ത്ത് 23 ഇഞ്ചും ലെങ്ത്ത് 26 ഇഞ്ചുമാണ്. മടക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ വിഡ്ത്ത് 23 ഇഞ്ച്. അപ്പോൾ നിവർത്തിയിട്ടാൽ ഇതിൻ്റെ വിഡ്ത്ത് 46 ഇഞ്ചായിരിക്കും. പിന്നെ 26 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണിയും കൂടെ വേണം. മക്കനയുടെ ബാക്കിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതിന് 14 ഇഞ്ച് ലെങ്ത്തുള്ള ഇലാസ്റ്റിക് വേണം. ഇനി 1.5 ഇഞ്ച് വീതിയും 18 ഇഞ്ച് നീളവുമുള്ള ഒരു ചെറിയ പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇതോടെ മക്കനയുടെ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ബോഡി പാർട്ടിൻ്റെ മെയിൻ തുണി ഇതുപോലെ 4 ലെയറായിട്ട് നിവർത്തിയിടാം. മുകൾ ഭാഗത്തും ഈ സൈഡിലും ഫോൾഡിംഗ് ഉള്ള ഭാഗമാണ്. ഇനി നെക്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി ഇതുപോലെ കോണാക്കി ഒന്ന് മടക്കിയെടുക്കാം. ഇത് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ കോണാക്കി മടക്കിയെടുക്കണം. ഇനി ഇതിൻ്റെ ഫോൾഡിംഗ് ഉള്ള ഭാഗവും മെയിൻ തുണിയുടെ ഫോൾഡിംഗ് ഉള്ള ഭാഗവും ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വീതി 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും മാർക്ക് ചെയ്യണം. ഇനി ഇത് ഒരു ബോക്സാക്കി വരച്ചെടുക്കാം. ഈ ബോക്സിനുള്ളിൽ ഇഷ്ടമുള്ളൊരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കണം. ഞാനിതുപോലെ റൗണ്ട് നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
തുണിയുടെ ഈ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെയായിരിക്കും നെക്ക് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നെക്കിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് നെക്കിൽ വെച്ച് കൊടുക്കാം. മെയിൻ തുണിയുടെ ഈ കട്ടിങ് ഉള്ള ഭാഗവും ഈ തുണിയുടെ കോർണർ ഭാഗവും സെയിം ലൈനിലാണ് വരേണ്ടത്. ഇനി ഇതൊന്ന് കറക്റ്റാക്കി വെച്ച് നമുക്കൊരു പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുക്കാം. മെയിൻ തുണിയുടെ നല്ല വശവും ഈ തുണിയുടെ പീസിൻ്റെ നല്ല വശവും ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. ഈ നെക്ക് റൗണ്ടിലൂടെ 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ത്രെഡിൽ തട്ടാതെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ തുണിയുടെ പീസ് റോങ് സൈഡിലേക്ക് മറിച്ചിടണം. നല്ലതുപോലെ കറക്റ്റാക്കി 1/4 ഇഞ്ചിൽ ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി പീസിൻ്റെ 4 വശവും 1/2 ഇഞ്ച് വീതം ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മെയിൻ തുണിയിലേക്ക് ഈ തുണിയുടെ പീസിൻ്റെ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുളിവൊന്നും വീയാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ 4 വശവും നമുക്ക് പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തതിന് ശേഷം 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. ഇതിന് മെയിൻ തുണിയുടെ കട്ടിങ് ഇട്ട ഭാഗവും സ്ലീവിൽ കട്ടിങ് ഇട്ട ഭാഗവും ഒരുമിച്ച് വെച്ച് ഒരു പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുക്കണം. 2 തുണിയുടെയും നല്ല വശങ്ങൾ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ തായ്ഭാഗം മുതൽ ബോഡി പാർട്ടിൻ്റെ തായ്ഭാഗം വരെ 1 ഇഞ്ച് വിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ മറ്റേ സൈഡും ജോയിൻ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്ലീവിന് താഴെ 1/4 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി 1/2 ഇഞ്ചും കൂടെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഇലാസ്റ്റിക്കിൽ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഈ ഗ്യാപ്പിലൂടെ ഈ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് മുഴുവനും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. ഇനി ഈ ഗ്യാപ്പ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിസ്കാര കുപ്പായത്തിൻ്റെ തായ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിസ്കാര കുപ്പായത്തിൻ്റെ റോങ് സൈഡിലേക്ക് ആദ്യം 1/2 ഇഞ്ചും പിന്നീട് വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ ഒന്ന് മടക്കിയതിന് ശേഷം എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതോടെ നിസ്കാര കുപ്പായത്തിൻ്റെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നിസ്കാര കുപ്പായത്തിലേക്കുള്ള മക്കനെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. മക്കനക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരുന്ന വലിയ പീസ് തുണിയുടെ 3 സൈഡും 1/2 ഇഞ്ച് വീതം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണി വീതിയിലൊന്ന് മടക്കി ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറിയ പീസ് തുണിയുടെ 3 സൈഡും ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് വീതം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെയും സെൻറ്റർ അറിയാൻ വേണ്ടി വീതിയിലൊന്ന് മടക്കി ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു പീസ് തുണി ഇതുപോലെ ഒന്ന് മടക്കി ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കണം. ഇതിന് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു സൈഡിൽ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഈ പിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി പുറത്തേക്ക് എടുത്താൽ മതിയാവും. ഇതുപോലെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വലിയ പീസ് തുണിയുടെ നല്ല വശവും ചെറിയ പീസ് തുണിയുടെ നല്ല വശവും ഫേസ് ചെയ്യുന്ന രീതിയിൽ സെൻറ്റർ കറക്റ്റാക്കി വെക്കാം. ഈ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ഇനി ഈ ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുത്ത പീസ് ഈ ഒരു സൈഡിലുള്ള 5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചൊന്ന് പിൻ ചെയ്തെടുക്കാം.
ഇതിൻ്റെ മറ്റേ സൈഡ് ഈ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത 5 ഇഞ്ചിലേക്കൊന്ന് വെച്ച് പിൻ ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗം 1/4 ഇഞ്ച് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ചെറിയ പീസ് തുണി വലിയ പീസ് തുണിയുടെ ചീത്തവശത്തേക്ക് മറിച്ചെടുക്കാം. ഈ തുണി കറക്റ്റാക്കി വെച്ച് പിൻ ഉപയോഗിച്ച് പിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ 4 സൈഡും ഈ വലിയ പീസ് തുണിയുമായി ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ മടക്കാം. ഇനി ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് നിന്ന് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 10 ഇഞ്ചിൽ നിന്ന് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ മക്കനെയും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.